നമസ്കാരം. കാര്യമില്ലാതെ ഇന്ത്യയെ ദ്രോഹിക്കാൻ എത്തുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തൊട്ടാൽ തൊട്ടവരെ തീർത്തുകെട്ടാൻ പാകത്തിന് ശക്തി ഇന്ത്യക്ക് സ്വന്തമാണ്. മുഖാമുഖം കാണാതെ ഉള്ള യുദ്ധങ്ങളുടെ കാലമാണ് ഇനി വരാനിരിക്കുന്നത്. കിലോമീറ്ററുകൾക്ക് അപ്പുറമിരുന്ന് ഒരു കമ്പ്യൂട്ടർ കീബോർഡിലൂടെ അയക്കുന്ന ഡ്രോൺ ശത്രുവിന്റെ വമ്പൻ യുദ്ധക്കപ്പലുകളെയും ടാങ്കറുകളെയും തകർക്കുന്ന തരത്തിലുള്ളതാകും ഭാവിയിലെ യുദ്ധങ്ങൾ. ഈ മാറ്റം മുൻകൂട്ടി കണ്ട് ഇന്ത്യ ഒരു അദൃശ്യമായ ആകാശക്കോട്ട നിർമ്മിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അത് കണ്ടതാണ്. മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ തീമഴ പെയ്യിച്ച പോരാട്ടം. ഇന്ത്യയുടെ നീക്കങ്ങൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുകയാണ്. വെറും ആയുധങ്ങളല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഡ്രോൺ കമാൻഡുകളെയും ഡ്രോൺ വാരിയേഴ്സിനെയും അണിനിരത്തിക്കൊണ്ട് ഇന്ത്യ ഒരുക്കുന്ന ഈ പ്രതിരോധം ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കരുത്തായി മാറി. 10 വർഷം മുമ്പ് വരെ 70% ആയുധങ്ങളും ഇന്ത്യ പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് 60% ആയുധങ്ങളും സ്വന്തമായി നിർമ്മിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള പ്രെഡറ്റർ ഡ്രോണുകളും ഇസ്രായേലിന്റെ ഹെറോൺ ഡ്രോണുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. പക്ഷേ അതിനേക്കാൾ അഭിമാനിക്കേണ്ടത് ഇന്ത്യയുടെ സ്വന്തം നാഗാസ്ത്ര 1, രുസ്തം 2, ആർച്ചർ NGN എന്നീ ഡ്രോണുകളാണ്. വെറും ആകാശ വാഹനങ്ങളല്ല അവ, ശത്രുവിന്റെ ചങ്കിടിപ്പേറ്റുന്ന മരണദൂതന്മാരാണ്. 2025 ജൂലൈയിലെ ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ വെച്ച് ഇന്ത്യ പരീക്ഷിച്ച ULPGM V3 മിസൈൽ ഒരു മുന്നറിയിപ്പായിരുന്നു. ഡ്രോണുകളിൽ നിന്നും തൊടുക്കാവുന്ന ഈ മിസൈലിനെ കൃത്യതയുടെ കാര്യത്തിൽ 100-ൽ 100 മാർക്കാണ്. അതുമാത്രമല്ല, തേനീച്ചക്കൂട്ടത്തെ പോലെ ഇരച്ചു കയറുന്ന സോം ഡ്രോണുകൾ നമ്മുടെ പക്കലുണ്ട്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ ശത്രുവിന്റെ ആകാശത്തെ വിഴുങ്ങുമ്പോൾ അവരുടെ റഡാറുകൾ പോലും സ്തംഭിച്ചു പോകും. 2026ഓടെ 5000 കോടിയുടെ വ്യവസായമായി നമ്മുടെ ഡ്രോൺ സെക്ടർ മാറാൻ പോവുകയാണ്. ആക്രമിക്കാൻ മാത്രമല്ല, പ്രതിരോധിക്കുവാനും നാം പഠിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് വികസിപ്പിച്ച സക്ഷാം എന്ന AI സിസ്റ്റം അതിർത്തിയിൽ കാവലുണ്ട്. ശത്രു ഡ്രോണുകൾ വന്നാൽ AI തന്നെ അവയെ കണ്ടെത്തി തകർക്കും. കൂടാതെ ഭാർഗവാസ്ത്ര എന്ന മിസൈൽ സിസ്റ്റവും 5 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ പോലും കരിച്ചു കളയുന്ന സഹസ്ത്ര ശക്തി എന്ന 30 കിലോവാട്ട് ലേസർ ആയുധവും ഇന്ത്യയെ ലോകത്തിലെ വൻ ശക്തികൾക്കൊപ്പം എത്തിച്ചിരിക്കുന്നു. ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രം അവകാശപ്പെടാനായിരുന്നു ഈ കരുത്ത് ഇന്ന് ഇന്ത്യക്കും സ്വന്തമാണ്. ഇന്ത്യയുടെ ഓരോ ഇൻഫൻട്രി ബറ്റാലിയനും ഓരോ ഡ്രോൺ പ്ലാറ്റൂണുകളും സജ്ജമാണ്. BSF ഡ്രോൺ കമാൻഡുകളെ വാർത്തെടുക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ തെക്കാൻപൂർ അക്കാദമിയിൽ അവർ ലോകോത്തര പരിശീലനമാണ് നൽകുന്നത്. അരുണാചലിലെ ഡ്രോൺ കവച് എക്സൈസ് വഴി ശത്രുവിന് നാം വ്യക്തമായ സന്ദേശം നൽകി കഴിഞ്ഞു. മരുന്നെത്തിക്കുവാനും പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഉപയോഗിക്കുന്ന ഇതേ ഡ്രോണുകൾ അതിർത്തിയിൽ നമ്മുടെ ജവാന്മാരുടെ ജീവൻ കാക്കുന്ന കാവൽ മാലാഹമാരായി മാറും. ഇത് പുതിയ ഇന്ത്യയാണ്. ഡിജിറ്റൽ യുദ്ധക്കളത്തിൽ അടിപതറാത്ത ഇന്ത്യ. ആയുധങ്ങൾക്കപ്പുറം സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത നേടിയ ഇന്ത്യ. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ. പക്ഷേ നമ്മുടെ ആകാശത്ത് അതിക്രമിച്ചു കയറുന്നവർക്ക് തക്ക മറുപടിയും നൽകും. യുദ്ധത്തിന്റെ ഭാഷ മാറിയിരിക്കുന്നു, ഒപ്പം ഇന്ത്യയുടെ ഭാവവും. അൽഗോരിതങ്ങൾ കൊണ്ട് അതിർത്തി കാക്കുന്ന ലേസർ കിരണങ്ങൾ കൊണ്ട് ശത്രുവിനെ തകർക്കുന്ന ഇന്ത്യയുടെ അദൃശ്യ കോട്ട താണ്ടാൻ ശത്രുക്കൾക്ക് ഇനിയും പാടുപെടേണ്ടി വരും.